ഹലോ, ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിതൊക്കെ. അപ്പോൾ ഇത് സമൂലാണ്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമൂലിലാണ് ഞാനിന്ന് സമൂലിൽ നിന്നാണ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബട്ടറും സാൾട്ടും പെപ്പർ പൗഡറും ഒറിഗാനോയും ചോപ്ഡ് കൊറിയാൻഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഹോം മെയ്ഡ് സ്പൈസി ചില്ലി മയണൈസാണ്. ഇതെന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ്. പിന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പും ഒറിഗാനോയും കൊറിയാൻഡർ ലീഫുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു ബട്ടർ പെപ്പർ സാൾട്ട് ഒറിഗാനോ കൊറിയാൻഡർ ലീഫ് മിക്സ് സ്പ്രെഡ് ചെയ്യാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്. അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് ഡിന്നറിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഒറിഗാനോ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ചോപ്പ് ചെയ്തു. ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തു. അതേപടി ഇടാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. അതിന് മുകളിലേക്ക് കൊറിയാൻഡർ ലീഫ് സ്പ്രെഡ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതൊരു അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വെച്ച് കഴിക്കുമ്പോൾ. ഇതെന്ന് പറയുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയ എൻ്റെ മയണൈസാണ്. നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് മയണൈസ് ആണെങ്കിൽ നിങ്ങളത് ചേർത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റെഡിമെയ്ഡ് മയണൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പുളിപ്പ് ഒക്കെ കൂടുതലാണ്. എനിക്ക് എൻ്റെ മയണൈസ്, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ മയണൈസാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.